നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന കണക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നു. 8126 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. 24 മണിക്കൂറിടെ 60,900 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.34 20 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 4856 2700 പേർ രോഗമുക്തരായി. ജില്ലയിൽ 744 പേർക്ക് രോഗം ബാധിച്ചു. 264 പേർ രോഗമുക്തരായി. കോവിഡ് വ്യാപനം തടയുന്നതിനായി കോവിഡ് മെഗാ ടെസ്റ്റിംഗ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനം. വെള്ളി, ശനി ദിവസങ്ങളിലാണ് ജില്ലയിൽ മെഗാ ടെസ്റ്റ് നടത്തുന്നത്. 14,000 പേർക്ക് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് DMO. തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ. താനൂർ മൂലക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്ക്. അപകടം രാവിലെ മൂലക്കൽ പെട്രോൾ പമ്പിന് സമീപം. പരിക്കേറ്റവരെ തിരു ജില്ലാ ആശുപത്രിയിലും മൂലക്കലിലെയും കോട്ടക്കലെയും സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. കോവിഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ കാറ്ററിംഗ് തൊഴിലാളികളെ വേട്ടയാടുന്നതായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ കേരള കാറ്ററേഴ്സ് ജില്ലാ കമ്മിറ്റി. പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട നേതാവാണ് UK ബാസിയെന്ന് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന കണക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നു. 8126 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. 24 മണിക്കൂറിനിടെ 60,900 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.34 20 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 4856 2700 പേർ രോഗമുക്തരായി. ജില്ലയിൽ 744 പേർക്ക് രോഗം ബാധിച്ചു. 264 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. 8126 പേർക്കാണ് പുതുതായി COVID-19 സ്ഥിരീകരിച്ചത്. എറണാകുളം ജില്ലയിൽ തന്നെയാണ് കൂടുതൽ രോഗികളുള്ളതും. 1267 പേർക്കാണ് എറണാകുളം ജില്ലയിൽ രോഗം ബാധിച്ചത്. കോഴിക്കോട് 1062, തിരുവനന്തപുരം 800, കോട്ടയം 751, മലപ്പുറം 744, തൃശൂർ 704, കണ്ണൂർ 649, പാലക്കാട് 481, കൊല്ലം 399, പത്തനംതിട്ട 395, ആലപ്പുഴ 345, ഇടുക്കി 205, വയനാട് 166, കാസർഗോഡ് 158 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. UK-യിൽ നിന്നും വന്ന ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,900 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.34% ഉയർന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 20 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് മരണം 4,856 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 238 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നെത്തിയവരാണ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2,700 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 1,94,808 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 7 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി രൂപം കൊണ്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 744 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 264 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കോവിഡ് വ്യാപനം തടയുന്നതിനായി ജില്ലയിൽ കോവിഡ് മെഗാ ടെസ്റ്റിംഗ് ഡ്രൈവ് സംഘടിപ്പിക്കും. വെള്ളി, ശനി ദിവസങ്ങളിലാണ് മെഗാ ടെസ്റ്റ് നടത്തുന്നത്. 14,000 പേർക്ക് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന അറിയിച്ചു. ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് പരിശോധന നടത്താനുള്ള സൗകര്യമാണ് മെഗാ ടെസ്റ്റിംഗ് ഡ്രൈവിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോവിഡ് വ്യാപനം തടയുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് കോവിഡ് പരിശോധന നടത്തി രോഗമില്ല എന്നുറപ്പുവരുത്തുന്നത്. യാതൊരു രോഗലക്ഷണങ്ങളുമില്ലാതെ കോവിഡ് രോഗബാധ ഉണ്ടാകുമെന്നത് രോഗപകർച്ചയ്ക്ക് കൂടുതൽ വഴിവെക്കും. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പേരെ ടെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം. കോവിഡിന്റെ രണ്ടാം തരംഗം കൂടുതൽ രൂക്ഷവും അപകടകരവുമാണ്. രോഗികൾ ഗുരുതരാവസ്ഥയിലാകുന്നതിനും മരണം കൂടുതൽ സംഭവിക്കുന്നതിനും രണ്ടാം തരംഗത്തിൽ സാധ്യത ഏറെയാണ്. അതിനാൽ രോഗം നേരത്തെ കണ്ടുപിടിക്കുക എന്നത് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. മാത്രമല്ല, രോഗം നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നത് വഴി ഗുരുതരമാകാതെ സൂക്ഷിക്കുന്നതിനും സാധിക്കും. രോഗബാധിതരെ ഐസൊലേറ്റ് ചെയ്യുക വഴി രോഗപകർച്ച തടയുന്നതിനും സാധിക്കും. രോഗലക്ഷണങ്ങളില്ലാതെ പോസിറ്റീവ് ആകുന്നവരെയും ചെറിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെയും വീടുകളിൽ തന്നെ നിർത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനും സാധിക്കും. COVID-19 രോഗലക്ഷണങ്ങളുള്ളവർ, രോഗികളുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ, പൊതുജനങ്ങളുമായി സമ്പർക്കത്തിലേർപ്പെടാൻ സാധ്യതയുള്ള 45 വയസ്സിന് താഴെ പ്രായമുള്ള ഓട്ടോ, ടാക്സി, ബസ് ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, കളക്ഷൻ ഏജന്റുമാർ, കടകളിലും മാളുകളിലും ജോലി ചെയ്യുന്നവർ, ട്രോമ കെയർ വോളണ്ടിയർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, കോവിഡ് വാക്സിനേഷൻ എടുക്കാത്ത 45 വയസ്സിന് മുകളിലുള്ളവർ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന എല്ലാ രോഗികളും, കൂട്ടിരിപ്പിന് പോയവർ എന്നിവർ പരിശോധനാ കേന്ദ്രങ്ങളിലെത്തി കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാവണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു. പ്രോട്ടോകോൾ ലംഘനം വാഹനങ്ങളിലും പരിശോധന കർശനമാക്കി.
തിരൂർ മോട്ടോർ വാഹന വകുപ്പും എൻഫോഴ്സ്മെന്റും ചേർന്നാണ് വാഹനങ്ങളിൽ പരിശോധന നടത്തിയത്. തുടർ ദിവസങ്ങളിലും പരിശോധന നടക്കും. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം വാഹനങ്ങളിലും പരിശോധന കർശനമാക്കി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ വാഹനങ്ങളിലും KSRTC ബസ്സുകളിലുമടക്കം കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് ആരംഭിച്ചത്. തിരൂർ മോട്ടോർ വാഹന വകുപ്പും എൻഫോഴ്സ്മെന്റും ചേർന്നാണ് വാഹനങ്ങളിൽ പരിശോധന നടത്തിയത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംജി K കിരൺ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഹരിലാൽ, സലീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തിരൂരും പരിസരങ്ങളിലും ആയി പരിശോധന തുടർ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും MVI അറിയിച്ചു. താനൂർ മൂലക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. രാവിലെ 9 മണിയോടെ മൂലക്കൽ പെട്രോൾ പമ്പിന് സമീപം വെച്ചാണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ തിരൂർ ജില്ലാ ആശുപത്രിയിലും മൂലക്കലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ താനൂർ മൂലക്കലിലെ പെട്രോൾ പമ്പിന് സമീപം വെച്ചാണ് അപകടം നടന്നത്. തിരൂരിൽ നിന്നും ചാലിയത്തേക്ക് പോവുകയായിരുന്ന കുക്കുഡൂസ് ബസ്സും പരപ്പനങ്ങാടിയിൽ നിന്നും തിരൂരിലേക്ക് വരികയായിരുന്ന ബിസ്മില്ല ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ബസ്സുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പരപ്പനങ്ങാടിയിൽ നിന്ന് വരികയായിരുന്ന ബിസ്മില്ല ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇന്ന് രാവിലെ മൂലക്കൽ വെച്ചിട്ട് 9 മണിയോട് കൂടിയിട്ട് വലിയൊരു ആക്സിഡൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. 2 ബസ്സുകൾ മുഖാമുഖം ഇടിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ നേരിട്ട് കാണാൻ സാധിച്ചത്. തിരൂർ ഭാഗത്തു നിന്നും ചാലിയത്ത് പോകുന്ന ഒരു ബസ്സും പരപ്പനങ്ങാടി ഭാഗത്തു നിന്ന് തിരൂർ പോകുന്ന ബസ്സും കൂടിയാണ് കൂട്ടിയിടിച്ചത്. നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ കൂടുതലുണ്ട്. എല്ലാവരെയും നാട്ടുകാർ എന്നുള്ള നിലയിൽ ഞങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നെ ബസ്സിന് അമിത വേഗതയായിരുന്നു. 2 ഓവർടേക്ക് ചെയ്തൊരു വണ്ടിക്ക് ഓവർടേക്ക് ചെയ്ത് വന്നിട്ടാണ് ആ പരപ്പനങ്ങാടി ഭാഗത്തു നിന്ന് വരുന്ന ബസ് കയറിയത്. ഓവർ സ്പീഡിലായിരുന്നു 2 ബസ്സുകളും മുഖാമുഖം വന്ന് ഇടിക്കാനുള്ള കാരണം. ഒരുപാട് ആളുകൾക്ക്, അതിൽ വിദ്യാർത്ഥികൾക്കും പരിക്കുണ്ട്, നാട്ടുകാർ ആളുകൾക്കും പരിക്കുണ്ട്, ജോലിക്ക് പോകുന്ന ആളുകൾക്കും പരിക്കുണ്ട്. എല്ലാവരെയും അത് കിട്ടുന്ന വാഹനങ്ങളിലൊക്കെ നമ്മൾ മൂലക്കലെ ഹോസ്പിറ്റലിലും പിന്നെ അതേപോലെ അൽമാസിലുമൊക്കെ എത്തിച്ച പരിക്കുള്ള ആളുകളുണ്ട്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തിരൂർ ജില്ലാ ആശുപത്രിയിലും താനൂർ മൂലക്കൽ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രികളുമായി പ്രവേശിപ്പിച്ചു. ബസ്സുകൾ കൂട്ടിയിടിച്ച് റേഡിയേറ്റർ തകർന്ന ഓയിൽ ലീക്കായതിനാൽ ഫയർഫോഴ്സ് എത്തി റോഡിൽ ഓയിൽ നീക്കം ചെയ്തു. അപകടം നടന്നയുടൻ ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റ ആശുപത്രിയിൽ എത്തിച്ചത്. 1 മുതൽ 9 വരെ ക്ലാസുകളിലെ കുട്ടികളുടെ സ്ഥാനക്കയറ്റത്തിന്റെ പട്ടിക മെയ് 20-നകം പ്രസിദ്ധീകരിക്കും. സ്ഥാനക്കയറ്റത്തിനൊപ്പം പഠന നിലവാരം കൂടി കണക്കിലെടുത്ത് ഗ്രേഡ് നൽകാനും തീരുമാനമായിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിലാണ് പരീക്ഷയില്ലാതെ സ്ഥാനക്കയറ്റം നൽകാൻ തീരുമാനമായത്. കോവിഡ് സാഹചര്യം കണക്കിലെടുത്താണ് വർഷാന്ത വിലയിരുത്തലുകൾക്ക് ശേഷം 1 മുതൽ 9 വരെ ക്ലാസുകളിലെ മുഴുവൻ കുട്ടികൾക്കും സ്ഥാനക്കയറ്റത്തിനൊപ്പം ഗ്രേഡും നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. വർഷാന്ത വിലയിരുത്തൽ പ്രക്രിയ പൂർത്തിയാക്കി പ്രൊമോഷൻ പട്ടിക മെയ് 20-നകം പ്രസിദ്ധീകരിക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി. കോവിഡ് സാഹചര്യത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ പഠന പിന്തുണ ഉറപ്പാക്കാനാണ് ഗ്രേഡ് രേഖപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. ഇപ്പോൾ നടന്നുവരുന്ന ഫസ്റ്റ് ബെൽ ക്ലാസുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തും. പഠന പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം, യൂണിറ്റ് വിലയിരുത്തൽ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ നിരന്തര വിലയിരുത്തൽ നടത്തിയാണ് ഗ്രേഡ് നൽകുക. വീഡിയോ ക്ലാസുകൾ കണ്ട് കുട്ടികൾ തയ്യാറാക്കിയ പഠനക്കുറിപ്പുകളും അസൈൻമെന്റുകളും പൂർത്തിയാക്കുന്നതിലുള്ള മികവും പരിഗണിക്കും. പഠനകാര്യത്തിൽ കുട്ടി എവിടെ നിൽക്കുന്നുവെന്നാണ് വർഷാന്ത വിലയിരുത്തലിലൂടെ കണ്ടെത്തുന്നത്. ഇതിനായി പഠന മികവ് രേഖ കാർഡ് രൂപത്തിൽ കുട്ടികൾക്ക് ലഭ്യമാക്കും. ഇത് വിലയിരുത്തിയാണ് ഗ്രേഡ് നൽകുക. BRCകളിൽ നിന്ന് നൽകുന്ന പഠന മികവ് രേഖ പ്രഥമാധ്യാപകരുടെ ഉത്തരവാദിത്വത്തിൽ കുട്ടികൾക്ക് നൽകും. 1 മുതൽ 9 വരെ ക്ലാസുകളിലെ മുഴുവൻ കുട്ടികൾക്കും സ്ഥാനക്കയറ്റം നൽകുമെങ്കിലും വർഷാന്ത വിലയിരുത്തലിൽ ഇനി ഗ്രേഡും കുട്ടികൾക്ക് പ്രധാനമാണ്. വർഷാന്ത വിലയിരുത്തൽ പ്രക്രിയ പൂർത്തിയാക്കി പ്രൊമോഷൻ പട്ടിക മെയ് 20-നകം പ്രസിദ്ധീകരിക്കാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി. ഏപ്രിൽ 24-നകം SRG യോഗം ചേർന്ന് പ്രവർത്തനം വിലയിരുത്തി അടുത്ത അധ്യയന വർഷത്തെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. തിരുവാണിയൂർ ഫാൽക്കൺ ചാരിറ്റബിൾ ഫൗണ്ടേഷന് കീഴിൽ ആംബുലൻസ് സർവീസ് ആരംഭിച്ചു. ആംബുലൻസിന്റെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തിരൂർ വാണിയന്നൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാൽക്കൺ അക്കാദമി ഫോർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ സന്നദ്ധ സേവന വിഭാഗമായ ഫാൽക്കൺ ചാരിറ്റബിൾ ഫൗണ്ടേഷന് കീഴിൽ സർവീസ് ആരംഭിച്ച ആംബുലൻസിന്റെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഫാൽക്കൺ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ സുബൈൽ മേടമൽ ഏറ്റുവാങ്ങി. നിർധരായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ സേവനം നൽകുന്ന ആംബുലൻസ് 24 മണിക്കൂറും പ്രവർത്തനം സജ്ജമായിരിക്കും.
ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, PV അബ്ദുൽ വഹാബ് MP, ഫാൽക്കൺ ആയുർവേദ ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജയപ്രകാശ്, മേഡമൽ കുഞ്ഞൈദ്രു ഹാജി, അഹമ്മദ് കുട്ടി, മുഹമ്മദ് ഇക്ബാൽ, M സമീർ അലി എന്നിവർ സംബന്ധിച്ചു. വെട്ടം പഞ്ചായത്തിൽ സൗജന്യ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 3 വാർഡുകളിലുള്ളവർക്ക് പച്ചാട്ടിൽ PNUP സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തീരദേശ പഞ്ചായത്തായ വെട്ടത്ത് 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സംഘടിപ്പിച്ച സൗജന്യ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കാളികളായി. പച്ചാട്ടി PNUP സ്കൂളിൽ 3, 4, 5 വാർഡുകളിൽ നിന്നുള്ളവർക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ ക്യാമ്പ് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സമാപിച്ചത്. വാക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും മുൻ ദിവസങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. കോവിഡ് വ്യാപന തീവ്രത കണക്കിലെടുത്ത് സർക്കാർ പ്രാദേശിക ലോക്ക്ഡൌൺ പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നാണ് സൂചന. കോവിഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ കാറ്ററിംഗ് തൊഴിലാളികളെ വേട്ടയാടുന്നതായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ കേരള കാറ്ററേഴ്സ് ജില്ലാ കമ്മിറ്റി. വിവാഹ ചടങ്ങുകളിലും മറ്റും പാർസൽ നൽകാനുള്ള തീരുമാനം നടപ്പിലായാൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും ഭാരവാഹികൾ തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നതിൽ സർക്കാർ കാറ്ററിംഗ് തൊഴിലാളികളെ വേട്ടയാടുന്നതായി കോൺഫെഡറേഷൻ ഓഫ് കേരള കാറ്ററേഴ്സ് ജില്ലാ കമ്മിറ്റി തിരൂരിൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതു സമൂഹത്തിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസ് മേഖല. ഒരുപാട് തൊഴിലാളികളും ഒരുപാട് ആളുകളും പ്രത്യക്ഷമായും പരോക്ഷമായും കേരളത്തിലുടനീളം അന്നം വിളമ്പുന്ന ഈ സംഘടന സത്യത്തിൽ ഗവൺമെൻറ് ഇപ്പോൾ നടപ്പാക്കുന്ന ഈ ക്രമീകരണങ്ങളെ കൊണ്ട് വീണ്ടും വേട്ടയാടപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഗവൺമെൻറ് ശക്തമായ സംരക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റു ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നതിന് പകരം 200 പേരെ വിളമ്പുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പാർസൽ സംവിധാനം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അത് തികച്ചും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ മേഖല വീണ്ടും നിർജീവ അവസ്ഥയിലേക്ക് പോരുകയും യാതൊരു മേഖല ഒരു അടിസ്ഥാനത്തിലും ഇതിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതി വന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച പറ്റിയതിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കാൻ തങ്ങൾ തയ്യാറാണ്. വിവാഹ ചടങ്ങുകൾക്കും മറ്റും പാർസൽ നൽകാൻ തയ്യാറല്ല. രജിസ്റ്റർ ചെയ്ത 80ഓളം തൊഴിലാളികൾ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. വിവാഹ ചടങ്ങുകളിലും മറ്റും പാർസൽ നൽകാനുള്ള തീരുമാനം നടപ്പിലായാൽ അത് വലിയ പ്രതിസന്ധി നേരിടുമെന്നും പ്രതിഷേധം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ തിരൂരിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം 3.4% നിന്നിരുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്നലെ 13.4%-ലാണ് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കാണ്. രാഷ്ട്രീയ പാർട്ടിക്കാർ തോന്നിയ മാതിരിയുള്ള മീറ്റിങ്ങുകളും കൂട്ടങ്ങളും വെച്ചപ്പോൾ ഇവിടുത്തെ പോലീസോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ അതിന് തടയിടാനോ മറ്റോ നിന്നില്ല. അതിൻ്റെ മുഖ്യ കാരണമാണ് ഇന്നത്തെ ഈ കോവിഡ് വ്യാപനം. സത്യത്തിൽ നമ്മുടെ ബീവറേജുകൾക്ക് മുന്നിലും നമ്മുടെ ആരാധനാലയങ്ങൾക്ക് അടയാളപ്പെടുത്തിയ മാതിരി ആളുകൾ അകലം പാലിക്കാനുള്ള ഒരു മാർക്ക് ഇടേണ്ടത് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനുപോലും തുനിയാതെ ഇത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്ക് പോലും ഒരു തടയിടാൻ പോലീസോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ തയ്യാറില്ല. ഇത് വ്യാപാരികളെയും അതേമാതിരി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനുകളും കാറ്ററിംഗ് മേഖലയ്ക്കും വലിയ തിരിച്ചടിയാവും. ഈ ഉയർന്നു വരുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറി വരുന്ന എല്ലാ മേഖലക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന കോർഡിനേറ്റർ CP ലത്തീഫ്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് നാലകത്ത് ഷംസു, ജില്ലാ പ്രസിഡന്റ് PK ഷാഹുൽ, ജില്ലാ സെക്രട്ടറി സലീം കരളി തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ PV അബ്ദുൽ വഹാബ് UDF സ്ഥാനാർത്ഥിയായി വെള്ളിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDFന്റെ രാജ്യസഭാ സീറ്റ് ഇക്കുറിയും ലീഗിനാണ് നൽകിയിട്ടുള്ളത്. വഹാബിനെ തന്നെ സ്ഥാനാർത്ഥിയായി ലീഗ് നേരത്തെ തീരുമാനിച്ചിരുന്നു. കേരളത്തിൽ 3 ഒഴിവുകളിലേക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിലെ 3 ഒഴിവുകളിലേക്കാണ് ഏപ്രിൽ 30-ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3 സീറ്റുകളിൽ നിലവിൽ 2 സീറ്റുകളിൽ LDFനും 1 സീറ്റിൽ UDFനും വിജയപ്രതീക്ഷയുണ്ട്. UDFന് ഉറപ്പുള്ള സീറ്റിൽ രാജ്യസഭാംഗമായി കാലാവധി പൂർത്തിയാക്കുന്ന PV അബ്ദുൽ വഹാബിനെ തന്നെയാണ് ഇത്തവണയും മത്സരിപ്പിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി PV അബ്ദുൽ വഹാബ് വെള്ളിയാഴ്ച പത്രിക സമർപ്പിക്കും. UDF സീറ്റ് ലീഗിനാണെന്ന് തീരുമാനിച്ചതാണെന്നും സ്ഥാനാർത്ഥിയായി അബ്ദുൽ വഹാബിന്റെ പേര് പാണക്കാട് ഹൈദരലി തങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിലാകും അബ്ദുൽ വഹാബ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ PV അബ്ദുൽ വഹാബിനെ രാജ്യസഭാ പ്രതിനിധിയാക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരുന്നു. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയമടക്കം ഈ ധാരണയുടെ പുറത്താണ് അന്തിമ തീരുമാനത്തിലെത്തിയതും. തുടർന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ PV അബ്ദുൽ വഹാബിനെ രാജ്യസഭാ പ്രതിനിധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തവണയും രാജ്യസഭയിലെത്തുന്നതോടെ ഇത് 3ാം തവണയാകും PV അബ്ദുൽ വഹാബ് രാജ്യസഭാ MP സ്ഥാനം വഹിക്കുന്നത്. 2004-ലാണ് അബ്ദുൽ വഹാബ് ആദ്യമായി രാജ്യസഭാംഗമായത്.
മലപ്പുറം ഉൾപ്പെടെ 8 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലയോര മേഖലയിലാണ് കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി നിരീക്ഷണമുള്ളത്. ഇവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ പല ഭാഗത്തും ഇപ്പോൾ തന്നെ വ്യാപകമായി മഴ പെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. നാളെ 3 ജില്ലകളിൽ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത. സംസ്ഥാനത്ത് അപകടകരമാം വിധം ഇടിമിന്നൽ സാധ്യത തുടരുന്നതായും പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ വാഹനമിടിച്ചു മരിക്കുന്ന കാൽനട യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടെ ഇത്തരത്തിൽ മരിച്ചത് 22 കാൽനട യാത്രക്കാരാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കിൽ പറയുന്നു. മാർച്ച് വരെ 697 അപകടങ്ങൾ നടന്നതായും 95 പേർ മരിച്ചതായും കണക്കിൽ പറയുന്നു. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ജില്ലയിൽ വാഹനാപകടങ്ങളിൽ മരിച്ചത് 22 കാൽനട യാത്രക്കാരാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ജില്ലയിൽ ജനുവരി മുതൽ മാർച്ച് വരെ 697 അപകടങ്ങൾ നടന്നിട്ടുണ്ട്. 95 പേരാണ് ഈ അപകടങ്ങളിലായി മരിച്ചത്. ഇതിൽ 151 അപകടങ്ങളും 22 മരണവും സംഭവിച്ചത് കാൽനട യാത്രക്കാർക്കാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റോഡിന്റെ വശങ്ങളിൽ ആളുകൾ നടന്നുപോകുന്ന പ്രധാന ഇടങ്ങളിലൊന്നും നടപ്പാതകളില്ലാത്തതും വേണ്ട രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്തതുമാണ് പ്രധാന അപകട കാരണം. റോഡിന്റെ വശങ്ങളിലുള്ള അനധികൃത പാർക്കിംഗും അപകടം വർദ്ധിപ്പിക്കുന്നു. ഇതുമൂലം പ്രധാന നഗര കേന്ദ്രങ്ങളിലും ദേശീയ പാതകളിലും കാൽനട യാത്രക്കാർ റോഡിലിറങ്ങി നടക്കേണ്ട സ്ഥിതിയാണിപ്പോൾ. ഇതാണ് അപകടത്തിൽപ്പെടുന്ന കാൽനട യാത്രക്കാർ മരിക്കാനുള്ള കാരണവും. അപകടത്തിൽപ്പെടുന്ന കാൽനട യാത്രക്കാരിൽ ഭൂരിഭാഗവും 45 വയസ്സിന് മുകളിലുള്ളവരാണ്. വൈകിട്ട് 6 മണിക്കും 9 മണിക്കും ഇടയിലാണ് അപകടങ്ങൾ കൂടുതലും സംഭവിക്കുന്നതും. 2019 കണക്കുകളിലും ഇത് വ്യക്തമാണ്. 2020 കോവിഡും ലോക്ക്ഡൌണുമായതിനാൽ ആ വർഷത്തെ കണക്കുകൾ ലഭ്യമല്ല. പൊതുപ്രവർത്തകർക്ക് മാതൃകയാക്കാവുന്ന നേതാവാണ് UK ബാസി എന്ന് കോൺഗ്രസ് നേതാവ് ആര്യട മുഹമ്മദ് അഭിപ്രായപ്പെട്ടു. UK ബാസിയുടെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുപ്രവർത്തകർക്ക് മാതൃകയാക്കാവുന്ന നേതാവാണ് UK ബാസി എന്നും ജില്ലയിൽ കോൺഗ്രസ് വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയായിരുന്നു അദ്ദേഹമെന്നും കോൺഗ്രസ് നേതാവ് ആര്യട മുഹമ്മദ് അഭിപ്രായപ്പെട്ടു. UK ബാസിയുടെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാസി റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം നടത്തി അദ്ദേഹം KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായി നടന്നു. പിന്നീട് ഉള്ള ജീവിതം എന്ന് പറയുന്നത് ആ DCC ഓഫീസിൽ തന്നെയായിരുന്നു. ഞാനും ശ്രീ ബാസിയുമില്ല. വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു കെട്ടിടത്തിൻ്റെ അപ്സ്റ്റെയർ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ച് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം. ആ കാലം മുതൽ എനിക്ക് വാസിയായി. അങ്ങനെ നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായി വാസിയെ പിന്നീട് 71 കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ പോലെ ഒന്നുമല്ല. അന്ന് തെരഞ്ഞെടുപ്പ് വളരെ സ്ട്രിക്റ്റാണ്. ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു ഞാൻ DCCയുടെ പ്രസിഡന്റായി വീണ്ടും ഐക്യകണ്ഠേന. DCC ജനറൽ സെക്രട്ടറി O രാജൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. UK ബാസിയുടെ ഛായാചിത്രം മുൻ മന്ത്രി K കുട്ടി അഹമ്മദ് കുട്ടി അനാച്ഛാദനം ചെയ്തു. മംഗലം ഗോപിനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ PK ഫിറോസ്, E മുഹമ്മദ് കുഞ്ഞി, VA കരീം, PT അജയ് മോഹൻ, V ബാബുരാജ്, KP അബ്ദുൽ മജീദ്, TN ശിവശങ്കരൻ, ജയചന്ദ്രൻ മാസ്റ്റർ, U അബൂബക്കർ, വീക്ഷണം മുഹമ്മദ്, V സുധാകരൻ, പന്ത്രോളി മുഹമ്മദ് അലി, K അറഫാത്ത്, KPK തങ്ങൾ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി, PKM ബാവ, P വാസുദേവൻ, VP ശശികുമാർ, അനിൽ തലപ്പള്ളി, രത്നാകരൻ, YP ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. 17ാം വർഷവും ഇഫ്താർ വിഭവം ഒരുക്കി തിരു മുനിസിപ്പൽ യൂത്ത് ലീഗ്. 17ാമത് ഇഫ്താർ സംഗമം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ 17ാം വർഷവും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇഫ്താർ വിഭവം ഒരുക്കി മുനിസിപ്പൽ യൂത്ത് ലീഗ് മാതൃകയാകുന്നു. 17ാമത് ഇഫ്താർ സംഗമം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ 17 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നോമ്പുതുറ തിരൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ സംരംഭം മുടങ്ങാതെ ഈ ആശുപത്രിയിലെ ചികിത്സ തേടുന്ന രോഗികൾക്കും കൂടെയുള്ളവർക്കും സൗജന്യമായി നൽകുന്ന ഈയൊരു പുണ്യകർമ്മം എന്തുകൊണ്ടും ഏറെ ശ്ലാഘനീയമാണ്. വളരെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളാണ് ഈ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയെത്തുന്നത്. അവർക്ക് ഈ റമദാൻ മാസത്തിൽ അവർക്ക് സുഭിക്ഷമായി നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് വന്ന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. 17 വർഷവും തുടർച്ചയായി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകുന്ന ഇഫ്താർ മാതൃകായോഗ്യമായ പുണ്യപ്രവൃത്തിയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഹസീം ചമ്ര അധ്യക്ഷനായിരുന്നു. കുർക്കോളി മൊയ്തീൻ, PKK തങ്ങൾ, CM ആലി ഹാജി, മുസ്തഫ തിരൂർ, അൻവർ പാറയിൽ, ഡോക്ടർ അഭിനന്ദ്, KK റിയാസ്, TE അബു, K ഷാഫി ഹാജി, അഷ്കർ അന്നാര, മജീദ് പരന്നേക്കാട്, CP ബാദുഷാ, KK അഫ്സൽ, സലാം കല്ലിങ്ങൽ, TE വഹാബ് തുടങ്ങിയവർ സംബന്ധിച്ചു. തിരുപ്പൂക്കയിൽ പെരുവഴിയമ്പലത്ത് സ്ഥാപിച്ച ട്രാൻസ്ഫോർമർ ജീവന് ഭീഷണിയെന്ന് നാട്ടുകാർ. മണ്ണൊലിച്ചു പോയതിനാൽ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പെരുവഴിയമ്പലത്ത് മാറ്റി സ്ഥാപിച്ച ട്രാൻസ്ഫോർമർ ജീവന് തന്നെ ഭീഷണിയാണെന്ന് നാട്ടുകാർ. മറ്റൊരു സ്ഥലത്ത് മാറ്റി സ്ഥാപിച്ച ട്രാൻസ്ഫോർമറിന് ചുറ്റും മണ്ണ് ഒലിച്ചു പോയതോടെയാണ് അപകടാവസ്ഥയിലായത്. മാറ്റി സ്ഥാപിക്കാൻ കോൺക്രീറ്റ് കാൽ നിർമ്മിച്ചെങ്കിലും ഇതേ സ്ഥലത്ത് സ്ഥാപിക്കുന്നത് അപകടത്തിനിടയാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് നിന്ന് ചില താല്പര്യപ്രകാരമാണ് ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ചതെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് വളരെ അപകടാവസ്ഥയിലാണ്. ഇത് ഞങ്ങൾ ഒരുപാട് കംപ്ലൈൻറ്റ് കൊടുത്തു, പക്ഷേ ആരും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇത് ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഒന്ന് ഗതിയിട്ടായപ്പോൾ ഞങ്ങൾ KSCBക്ക് വരെ കംപ്ലൈൻ്റ് ആയിട്ട് മുന്നിൽ ചെന്നു. പക്ഷേ അവരൊന്നും ഞങ്ങളവർ യാതൊരു വിധത്തിലുള്ള സഹായവും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾ മുന്നേ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികൃതരുടെ അടുത്തെത്തിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട്. താനൂർ ചിറക്കൽ സ്വദേശി കുന്നത്താട്ടിൽ K രാജീവൻ നിര്യാതനായി. 56 വയസ്സായിരുന്നു. BJP താനൂർ മുനിസിപ്പൽ പ്രസിഡന്റാണ്. ഷീജയാണ് ഭാര്യ. അഞ്ജന, അർച്ചന എന്നിവർ മക്കളാണ്. കേപ്പുരം മൂലക്കൽ സ്വദേശി കളത്തിൽ കണ്ടി ഗോവിന്ദൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സരോജിനിയാണ് ഭാര്യ. പ്രേമാവതി, പുരുഷോത്തമൻ, ബാബുരാജ്, ഗീത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന കണക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നു. 8126 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. 24 മണിക്കൂറിടെ 60,900 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.34 ആണ്. 20 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 4856 2700 പേർ രോഗമുക്തരായി. ജില്ലയിൽ 744 പേർക്ക് രോഗം ബാധിച്ചു. 264 പേർ രോഗമുക്തരായി. കോവിഡ് വ്യാപനം തടയുന്നതിനായി കോവിഡ് മെഗാ ടെസ്റ്റിംഗ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനം. വെള്ളി, ശനി ദിവസങ്ങളിലാണ് ജില്ലയിൽ മെഗാ ടെസ്റ്റ് നടത്തുന്നത്. 14,000 പേർക്ക് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് DMO. തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ. താനൂർ മൂലക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്ക്. അപകടം രാവിലെ മൂലക്കൽ പെട്രോൾ പമ്പിന് സമീപം. പരിക്കേറ്റവരെ തിരു ജില്ലാ ആശുപത്രിയിലും മൂലക്കലിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. കോവിഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ കാറ്ററിംഗ് തൊഴിലാളികളെ വേട്ടയാടുന്നതായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ കേരള കാറ്ററേഴ്സ് ജില്ലാ കമ്മിറ്റി. പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട നേതാവാണ് UK ബാസി എന്ന് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.